വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും യേശുനാമത്തിൽ ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയവും വചനവും യെശയ്യായുടെ പുസ്തകം 55-ാമത്തെ അധ്യായം 8ഉം 9ഉം വചനങ്ങളാണ്. നാം ഏറെ കേട്ടിട്ടുള്ള വചനങ്ങൾ തന്നെയാണ്. വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഈ ഒരു വചനഭാഗം ലഭിച്ചത് ദിവ്യകാരുണ്യ സന്നിധിയിൽ കുറെ അധിക സമയം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്. ഒരു പ്രത്യേക അനുഭവത്തിലൂടെ ഞാൻ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സമയം ലഭിച്ച ഒരു വചനമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കൊറോണ എന്ന മഹാമാരി ആഗോള വ്യാപകമായി ലോകത്തെ തന്നെ കിടുകിടെ വിറപ്പിച്ചിരുന്ന ഒരു സമയം. ഭയം ഉള്ളിലുണ്ടായിരുന്നപ്പോഴും കുറെ ഏറെ സമയമുണ്ടല്ലോ, ഇത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ഒരു ചിന്ത ഉള്ളില് വന്നുകൊണ്ടേയിരുന്നു. പതിവ് പോലെ കർത്താവിനോട് ഈ ഒരാഗ്രഹം പറഞ്ഞു, കുറെ അധികം സമയമുണ്ടല്ലോ, എന്താണ് ഈ സമയം എങ്ങനെ വിനിയോഗിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? വെറുതെ ഭയന്നും ഉത്കണ്ഠപ്പെട്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എൻ്റെ ഉള്ളിൽ ഏറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, കുറെ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്, അതെല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഒന്ന് കൊടുക്കാൻ പറ്റിയാൽ ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനമുണ്ടാകുമല്ലോ. വീണ്ടും ഒരു കോൺഫ്ലിക്റ്റ് വന്നു തുടങ്ങി. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള വചനങ്ങൾ സംസാരിക്കണമോ അതോ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അനേകം വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കന്മാർക്കും പ്രയോജനകരമായി തീരുമല്ലോ, എന്താണ് ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങളും മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ദൈവാനുഗ്രഹത്താൽ കൊറോണ കാലഘട്ടങ്ങളിലും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കാനും ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ സംബന്ധിക്കാനുമുള്ള ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എനിക്ക് ലഭിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ശാലോം TV തുറന്നപ്പോൾ ഡാനിയൽ അച്ഛൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം. അച്ഛനൊരു ഉദാഹരണം പറയുകയുണ്ടായി. IT പ്രൊഫഷനിലുള്ള ഒരു വ്യക്തി അച്ഛന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അച്ഛൻ്റെ പ്രസംഗത്തെ സഹായിക്കാൻ തക്ക പോലെ അയച്ചു കൊടുക്കാറുണ്ട്. ആ ചെയ്യുന്ന വ്യക്തി അതൊരു ദൈവിക ശുശ്രൂഷയായിട്ടാണ് എടുക്കുന്നത്. നാം ഏത് ഫീൽഡിലാണോ ജോലി ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, അവിടെ ദൈവത്തിന് വേണ്ടി കൂടെ ആ കഴിവുകൾ ഉപയോഗിക്കണമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായി. ദൈവമേ, വചനം കേൾക്കാതെ ഇരിക്കുന്ന അനേകം മക്കളുണ്ടല്ലോ, അവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നു. നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ വരുമല്ലോ. ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ
അത്ഭുതകരമായി എനിക്ക് കാണാൻ സാധിച്ചു. ദൈവത്തിന് വേണ്ടിയും വചനം അനുസരിച്ച് പോകാത്ത, വചനമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ രണ്ട് രീതിയിൽ പ്രവർത്തിക്കാനുള്ള വലിയ ദൈവത്തിൻ്റെ വഴി തുറന്നു കിട്ടുന്നത് അറിയാൻ സാധിച്ചു. വചനം ദൈവത്തിന് വേണ്ടിയിട്ട് പറയുക എന്നുള്ളതായിരുന്നു ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ചിന്തയുണ്ടായിരുന്നു, ദൈവമേ, വചനവുമായി ബന്ധപ്പെടാത്ത മറ്റു മതസ്ഥരുണ്ടല്ലോ, അവരും സമാശ്വാസം അനുഭവിക്കേണ്ടതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണോ അല്ലയോ? എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലുള്ള ചിന്തകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കും. കർത്താവെ, നിനക്കാണ് അറിയാവുന്നത്, നീ പറയണം, നീ നയിക്കണം, കൊണ്ടുപോകണം എന്ന് പറയുക മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ബലഹീനതകളും പോരായ്മകളും ഉള്ള വ്യക്തിയാണ്. കർത്താവെ, ഒരു ഉപകരണമാക്കി എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുമ്പോൾ അത്ഭുതകരമായി ദൈവം ഉപയോഗിക്കുന്നത് ഞാൻ കാണാനിടയായിട്ടുണ്ട്. മറ്റു മതസ്ഥരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതേസമയം ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി പ്രവർത്തിക്കാനും സാധിക്കുന്നു എന്നതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണല്ലോ. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുമുണ്ടല്ലോ. അന്ന് ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് ലഭിച്ച ഒരു വചനമാണ്, എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടേതുപോലെ അല്ല. ആകാശം ഭൂമിയേക്കാൾ എത്ര ഉന്നതമായിരിക്കുന്നോ അത്രയും ഉന്നതമാണ് എൻ്റെ ചിന്തകളും വഴികളും. പൂർണ്ണമായും ദൈവഹിതത്തിന് കീഴ്പ്പെടാനുള്ള തീരുമാനമെടുത്തു. ദൈവം ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാനിടയാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, വീണ്ടും കൊറോണ വ്യാധി അതിഭയങ്കരമായി ജീവനുകൾ എടുത്തുകൊണ്ടിരുന്ന ഒരു സമയം ഒരു ചേച്ചി എന്നെ വിളിച്ച് എനിക്ക് മാഡത്തിനെ കാണണം, കാണാതെ പറ്റില്ല എന്ന് പറയുകയുണ്ടായി. യാത്രാ സൗകര്യങ്ങളൊന്നും തന്നെയില്ല. ലോക്ക്ഡൗൺ കംപ്ലീറ്റ് ആയി നിലനിൽക്കുന്ന സമയമാണ്. ഈ ചേച്ചിയുടെ വീട് മൂവാറ്റുപുഴയാണ്. എനിക്കും വിഷമം തോന്നി തുടങ്ങി. ആരെയും ഞാൻ കണ്ടു തുടങ്ങിയിട്ടില്ല. ഞാൻ തന്നെ ഹോസ്പിറ്റലുകളിൽ അത്യാവശ്യത്തിന് മാത്രം പോയി പ്രത്യേക പെർമിഷനോടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി, അതിഭയങ്കരമായിട്ടുള്ള നിയമങ്ങളെല്ലാം നിലനിൽക്കുമല്ലേ, അപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും? ചേച്ചി, ഞാൻ ഫോണിൽ കൂടെ പ്രശ്നങ്ങൾ കേൾക്കാം. തമ്പുരാനല്ലേ ഇടപെടുന്നത്, ദൈവം ഒരു വഴി തെളിച്ചു തരും. പിറ്റേ ദിവസം ഈ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ പറഞ്ഞത് ശരിയാണ്, നമ്മളല്ലല്ലോ, ദൈവമല്ലേ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ പല വഴികളുണ്ടല്ലോ. അപ്പൊ തലേ ദിവസം ഞാനിത് പറഞ്ഞായിരുന്നു, ദൈവത്തിന് ഇടപെടണമെങ്കിൽ അതിനുള്ള ഒരു ചാനൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, ദൈവമല്ലേ. ആ ചേച്ചിയോട് ഫോണിൽ കൂടെ സംസാരിക്കാൻ ഇടയായി. ഏകദേശം 1 മണിക്കൂറോളം ശ്രദ്ധയോടെ കേട്ടു. പല വിഷമങ്ങളുള്ള ഒരു ചേച്ചിയാണ്. ജീവിതത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ദൈവം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ചേച്ചി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക, ദൈവം കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു. ഈ ചേച്ചി എന്നോട് പറഞ്ഞു, മാഡം ഫോണിൽ കൂടെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുമോ, എനിക്കൊരു 3 വചനം തരുമോ? നന്നായി പ്രാർത്ഥിച്ചിട്ട് 3 വചനങ്ങൾ ഏറ്റുപറയാനായിട്ട് കൊടുത്തു. ഒരാഴ്ചക്കകം ചേച്ചി പറയാണ്, മാഡം, ദൈവത്തിൻ്റെ തീരുമാനം വളരെ അത്ഭുതകരമായ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ നടന്നു. എൻ്റെ മൂത്ത മകനെ കുറിച്ചായിരുന്നു എനിക്ക് ആശങ്ക. അവൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അത്ഭുതകരമായി മകന്റെ സ്വഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. മാഡം പറഞ്ഞത് അതുപോലെ ഞാൻ എടുക്കുകയാണ്. ദൈവത്തിൻ്റെ വഴികൾ നാം ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ. നാം വിചാരിക്കുന്ന സമയത്തും രീതിയിലും അല്ലല്ലോ ദൈവം ഇടപെടുകയും ചെയ്യുക എന്ന്. ഈ 2 അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം ഇന്നൊരു സുവിശേഷ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഭാഗമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തില് നാമാൻ സുഖം ലഭിക്കുന്ന ഭാഗമാണ് നാം നോക്കാൻ പോകുന്നത്. ആ ഒരു ചാപ്റ്റർ നാം ഇങ്ങനെ വായിക്കുമ്പോൾ പിടികിട്ടും.
1-ാം വചനം ഇങ്ങനെ പറയുന്നു, സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു. കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയയ്ക്ക് വിജയം നൽകി. ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഇതായിരുന്നു അവൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക വിഷമം. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അവിടുത്തെ ഒരു അടിമയായി തട്ടിക്കൊണ്ടുപോയിരുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ നാമാന്റെ ഭാര്യയോട് പറയുകയുണ്ടായി, എന്റെ യജമാനൻ സമരിയയിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. ഇത് കേട്ട ഉടനെ ഈ ആളെ തേടി നാമാൻ പോകാൻ തയ്യാറായി. ഏറെ പ്രതീക്ഷകളോടെയാണ് നാമാൻ ഈ കുഷ്ഠരോഗം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പൊ ഒരു കത്തും കൊടുത്ത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കിലേക്ക് നാമാൻ പോവുകയാണ്. അപ്പോൾ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത്. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, ദൈവമല്ലേ സൗഖ്യം കൊടുക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏലീഷ പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നെന്നും ഏലീഷ പ്രവാചകന്റെ അടുത്തേക്ക് നാമാനെ അയച്ചും എന്നാണ് പറയുക. ഏറെ പ്രധാനപ്പെട്ട ഒരു വചനം ഉണ്ട്. നാമാൻ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത് എന്ന് 11-ാമത്തെ വചനം പറയുന്നു. 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഏലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. ഇങ്ങനെയാണ് നാം എല്ലാവരും പല അവസരങ്ങളിൽ വിചാരിക്കുന്നത്. നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ട്, നമ്മൾക്കൊരു മോഹമുണ്ട്, ഇന്നയാളുടെ അടുക്കൽ നമ്മൾ പോകും, ആള് പ്രാർത്ഥിക്കും, അപ്പൊ ഈ രീതിയിൽ എനിക്കൊരു സൗഖ്യം കിട്ടും, ഇല്ലെങ്കിൽ ഒരു അത്ഭുതം നടക്കും. പക്ഷെ എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്നത് ദൈവമാണെന്നും ദൈവത്തിന്റെ തീരുമാനങ്ങളും വഴികളും മാത്രമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്നും തക്ക സമയത്ത് ദൈവം അത് ചെയ്യുമെന്നും പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല എന്നതാണ് വാസ്തവം. നമുക്കറിയാൻ സാധിക്കും, ഏലീഷ പ്രവാചകന്റെ അടുത്ത് എത്തിയപ്പോൾ ഏലീഷ പ്രവാചകൻ നാമാനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ജോർദാനിൽ പോയി ഒരു ദൂതനെ അയച്ചാണ് ഏലീഷ പ്രവാചകൻ പറയുന്നത്. നേരിട്ട് ഇത്രയും യാത്ര ചെയ്തു വന്ന നാമാനെ ഒന്ന് കാണുന്നു പോലുമില്ല. മറിച്ച് ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും. നാമാൻ അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം നാമാന് പ്രതീക്ഷിച്ചു വന്ന കാര്യം ഇങ്ങനെ അല്ലായിരുന്നു. നമ്മൾ അടുത്ത വചനത്തിൽ കണ്ടു കഴിഞ്ഞതാണ്. 11-ാം വചനത്തിൽ നാമാൻ കുപിതനായി തിരിച്ചു പോകാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. വീണ്ടും നാമാന്റെ കൂടെയുള്ള ഭൃത്യന്മാർ പറഞ്ഞു, പ്രവാചകൻ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഒന്നും താങ്കളോട് പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറയുമായിരുന്നെങ്കിൽ താങ്കൾ അത് ചെയ്യുമായിരുന്നല്ലോ. ഇപ്പോൾ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ മാത്രമല്ലേ പറഞ്ഞോളൂ, അത് ഒന്ന് ചെയ്താൽ എന്താണ്? ഇങ്ങനെ നമ്മുടെ അടുക്കലും പറയുന്ന ദൈവത്തിന്റെ ദൂതന്മാര് വീണ്ടും ഉണ്ടാവും, അല്ലേ? അപ്പോൾ നാമാൻ അതിന് തയ്യാറായി. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു, ശരീരം ശിശുവിൻ്റേത് പോലെയായി. വീണ്ടും വചനം പറയുകയാണ്, എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടേത് പോലെയല്ല. ആകാശവും ഭൂമിയും എത്ര ഉയരത്തിലാണോ കാണപ്പെടുന്നത്, അത്രയ്ക്കും വ്യത്യാസമുണ്ട് എൻ്റെ വഴികളും ചിന്തകളും. കാരണം നാം മനുഷ്യരാണ്. നാം കുറച്ച് കാലത്തേക്കുള്ള കാര്യം മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ എനിക്ക് ഈ രോഗമാണ്, ഈ രോഗം സുഖപ്പെടണം. പക്ഷെ എന്ത് ലക്ഷ്യത്തോടെയാണ് ദൈവം ആ രോഗം തരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ കാണുന്ന ദൈവം
ഇപ്പോഴത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. നാം ഈ ലോകത്തിൽ ജീവിച്ച് നിത്യരക്ഷ ലഭിക്കാനായി ഏത് വഴിക്ക് എന്തെല്ലാം ചെയ്തു പോകണം എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അത് നമ്മുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും പറ്റിയ ഒരു വഴിയിൽ കൂടെ നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. തൽക്കാലത്തേക്ക് നമുക്കതേറെ ബുദ്ധിമുട്ടും സങ്കടവും ആകുലതയും ഒക്കെ ഉണ്ടാക്കിയാലും ആത്യന്തികമായി ദൈവത്തിൻ്റെ വഴികളെ നടക്കൂ. അതായിരിക്കും നമ്മൾക്ക് ഏറ്റവും നല്ല വഴി ആയിത്തീരുന്നത്. ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നോ അന്ന് നമ്മളുടെ ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, പ്രതീക്ഷകളെ ദൈവ ഇഷ്ടത്തിനു മുമ്പിൽ നമുക്ക് അടിയറവ് വയ്ക്കാൻ സാധിക്കും. അതോടെ നിത്യരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും വചനങ്ങൾ നമുക്കൊന്ന് നോക്കാം. വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 92:5, കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം, അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. നമുക്കുടനെ അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നാം ചിന്തിക്കുന്നത് കർത്താവിൻ്റെ വഴികൾ തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന്. ഈ ഒരു വചനത്തിലൂടെ ഞാൻ ആഴത്തില് കടന്നുപോയ ഒരു സംഭവമുണ്ട്. കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു അത്യാവശ്യമായി 4 മണിക്ക് ജോലിക്ക് ശേഷം അവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു ടീച്ചറിനെ കണ്ട് തിരിച്ച് ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ബസ്സിൽ കയറി കുറച്ചൊരു വില്ലേജ് പോലെയുള്ള ഈ സ്ഥലത്ത് പോയി ടീച്ചറിനെ കാണണം, കണ്ട് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തിരിച്ചെത്തുകയും വേണം. ഏകദേശം 4:30 മണിയോടുകൂടി ഞാൻ ടൗണിൽ ചെന്ന് ഈ ഭാഗത്തേക്കുള്ള ബസ്സുകൾ കിടക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് അങ്ങോട്ട് സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അരമണിക്കൂർ ഇടവിട്ട് മാത്രമേ ഈ ഗ്രാമത്തിലേക്ക് ബസ്സുള്ളൂ. 4:30 ബസ് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ വളരെ ധൃതി വെച്ച് സ്പീഡിൽ നടന്ന് ഈ ഒരു ബസ് ദൂരെ കണ്ടു അങ്ങോട്ട് നടന്നു വന്ന് ഏകദേശം ഒരു 50 മീറ്റർ ബാക്കിയുള്ളപ്പോൾ ഈ ബസ് അവിടെ നിന്ന് വിട്ട് മുന്നോട്ട് എടുത്തു പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചാണ് വന്നത്. എൻ്റെ പ്രാർത്ഥന ഞാൻ അവിടെ കൊണ്ട് നിർത്തി. കാരണം അന്ന് എൻ്റെ ആ അവസ്ഥ ചിന്തിച്ചു നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ദൈവത്തിനത് അറിഞ്ഞുകൂടെ? എനിക്ക് പോയിട്ട് തിരിച്ചു വരണം. ഇനി 5 മണിക്ക് എനിക്ക് ബസ്സുള്ളൂ. അത് ഞാൻ അവിടെ പോയാൽ എനിക്ക് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരാൻ സാധിക്കുമോ? ദൈവം എന്താണ് ഇത്ര കരുണയില്ലാതെ എന്നോട് പെരുമാറിയത്? ഞാൻ ഓടിയും നടന്നും ഒക്കെ ഈ വണ്ടിയുടെ തൊട്ടടുത്ത് വരെ എത്തിയപ്പം ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ബസ്സിൽ കയറി പോകാമായിരുന്നില്ലേ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു വന്നതെല്ലാം വെറുതെ ആയില്ലേ? എനിക്ക് പരിഭവവും പിണക്കവും എല്ലാം തോന്നി. ഞാൻ പ്രാർത്ഥിച്ചു വന്ന കൊന്ത ചൊല്ലി വരികയായിരുന്നു. ആ പ്രാർത്ഥന ഞാൻ അവിടെ നിർത്തി. ഏറെ വിഷമത്തോടെ, വളരെ ക്ഷീണിതയായിരുന്നു താനും. അവിടെ ഇരിക്കാനും സ്ഥലമില്ല. അവിടെ ഇങ്ങനെ ഇനി ഒരു അരമണിക്കൂർ നിൽക്കണമല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് പിന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നും അന്നേരം തോന്നിയില്ല. അങ്ങനെ ഏറെ വിഷമിച്ച് ഞാൻ അവിടെ നിന്നു. പിന്നെ എൻ്റെ മനസ്സ് ഇരുന്നു, കർത്താവ് കാത്തോളും. ദൈവത്തിന് അറിയാവല്ലോ. വീണ്ടും മാനുഷികമായിട്ടുള്ള ചിന്തകൾ എന്നെ അലട്ടാൻ തുടങ്ങി. എന്നാലും കർത്താവ് ഇത് ചെയ്തു തന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു 5 മണി കഴിഞ്ഞ് ഒരു 10 മിനിറ്റും കൂടെ ആയി അടുത്ത ബസ്സിൽ കയറിയിരുന്ന് ഈ ബസ് അവിടെ നിന്ന് എടുത്തപ്പോൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു. ബസ്സിന്റെ ഉള്ളിൽ ഞാൻ ഏറെ മനസ്സ് വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പ്രാർത്ഥിക്കണമെന്നൊന്നും തോന്നിയില്ല. എന്നാൽ മനസ്സിന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുമുണ്ട്, ദൈവമേ ഇരുട്ടുന്നതിന് മുമ്പ് എന്നെ തിരിച്ചെത്തിക്കണേ. ഇത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഏകദേശം ഒരു 10-12 മിനിറ്റോളം യാത്ര ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് ഓടിക്കയറാനായിട്ട് വന്ന് എനിക്ക് കിട്ടാതിരുന്ന ബസ് ഒരു പാടത്തോട്ട് മറിഞ്ഞു കിടക്കുകയാണ്. അനേകം ആൾക്കാരുടെ ബാഗുകള്, കുടകള്, ചോറുപാത്രങ്ങളെല്ലാം അവിടെ എല്ലാം നിരന്ന് കിടപ്പുണ്ട്. ഏറെ പേർക്ക് അപകടം ഉണ്ടാക്കിയ ഒരു ബസ് ആക്സിഡന്റ് ആയിട്ട് അത് മാറുകയാണ്.
എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എൻ്റെ ദൈവം എന്തുമാത്രം എന്നെ കരുതിയത് കൊണ്ടാണ്. ആ ബസ്സിന് എന്നെ കയറ്റി വിടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും താമസിപ്പിച്ച് അടുത്ത ബസ്സിന് എന്നെ കടത്തിവിട്ടത്. നന്ദിയുണ്ട്. എൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞു. ഈശോയെ ക്ഷമിക്കണേ, നിനക്കെതിരായിട്ട് ചിന്തിച്ചു പോയി, പരാതിപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇങ്ങനെയാണ്. നാം ഇപ്പം ലഭിക്കണമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നന്മയ്ക്കായിട്ടുള്ളതല്ല എന്ന് ദൈവം നമ്മേക്കാൾ അധികം നമ്മളെ പറ്റി കരുതുന്നതുകൊണ്ട് മാറ്റിവിടുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അന്ന് വൈകിട്ട് ബൈബിള് തുറന്നപ്പോൾ കിട്ടിയ വചനമാണ് ഞാൻ നിങ്ങളോടിപ്പോൾ ഷെയർ ചെയ്തത്. സങ്കീർത്തനം 92:5. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം, അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. വീണ്ടും സങ്കീർത്തനം 33:11 ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അടുത്ത എത്രയോ തലമുറകൾക്ക് അനുഗ്രഹമാക്കാനായിട്ട് ദൈവം മാറ്റിവെക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പല പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ കടന്നാലും ആ സഹനങ്ങളെല്ലാം കണക്കിലെടുത്ത് എത്രയോ പേരുടെ ആത്മരക്ഷയ്ക്ക് കർത്താവ് ആ സഹനങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പല അനുഭവങ്ങളിലൂടെയും നാം തിരിച്ചറിഞ്ഞിട്ടുള്ളതല്ലേ. സങ്കീർത്തനം 139:17 ഇങ്ങനെ പറയുന്നു, ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. ചില കാര്യങ്ങൾ കർത്താവ് ഇങ്ങനെ ഒരുക്കി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിതെല്ലാം തൃപ്തികരമല്ലെന്ന് തോന്നിയാലും എത്ര വിസ്മരണീയകരമായിട്ടാണ് കർത്താവ് കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിരുന്നതെന്നും നമുക്കിതെല്ലാം അറിയാൻ വയ്യാത്തത് കൊണ്ട് നാം വെറുതെ വിഷമിച്ചതാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ. സുഭാഷിതങ്ങൾ 1:23 ഇങ്ങനെ പറയുന്നു, എൻ്റെ ശാസന ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ചില വചനമൊക്കെ കിട്ടുമ്പോൾ നമുക്കതങ്ങ് ഉൾക്കൊള്ളാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതെങ്ങനെ ഇപ്പോൾ ശരിയാകും? പരിശുദ്ധ അമ്മ ചോദിച്ച പോലെ ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ ആയാൽ എങ്ങനെ, നാം തിരിച്ചു ചോദിച്ചു പോകും. പക്ഷെ കർത്താവ് പറയുകയാണ്, വെയിറ്റ് ചെയ്താൽ എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്ന് പറയുകയാണ്. 1 കൊറിന്തോസ് 2:11 ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ ചിന്തകൾ വ്യക്തമായി സ്പഷ്ടമായി ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും. ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ലെന്നും എനിക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് തക്ക സമയത്ത് ദൈവം ചെയ്യുമെന്നും നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവാത്മാവുമായി എത്ര അടുത്ത ബന്ധം പുലർത്തുന്നോ അത്രയും കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് ക്രമപ്പെടുത്താനാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ എല്ലാം ഒടുവില് ഈ വചനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ പല അനുഭവങ്ങളും ഉപരി നന്മയ്ക്കായിട്ട് ദൈവം മാറ്റുന്നത് നാം കാണാറുണ്ട്. നാം ആഗ്രഹിക്കുന്ന പോലെയോ നാം പ്രതീക്ഷിക്കുന്ന പോലെയോ അല്ലെങ്കിലും അതിലും എത്രയോ ഉന്നതമായ വഴികളിൽ കൂടെ കർത്താവിൻ്റെ ചിന്തകൾ പ്രവൃത്തികൾ മഹനീയങ്ങളായി തീരുന്നത് പല അവസരത്തിലും നാം അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ. യോഹന്നാന്റെ സുവിശേഷം 3:8 ഇങ്ങനെ പറയുന്നു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കർത്താവും പരിശുദ്ധാത്മാവും ഒക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉപരി നന്മയ്ക്കായിട്ടാണ്. നമുക്ക് കാണാൻ പറ്റാത്ത അത്ര ഉന്നതത്തിലാണ് കർത്താവിൻ്റെ ചിന്തകളും പ്രവൃത്തികളും. തലമുറകളോളം നിലനിൽക്കുന്നു. മനുഷ്യന്റെ ആത്യന്തികമായ രക്ഷയെ മുൻനിർത്തിയുള്ള പല കാര്യങ്ങളും നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാം. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി ഞാൻ അടിയറവ് വയ്ക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുത്ത് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം.
കർത്താവെ, ഞങ്ങളുടെ ശക്തനായ യേശുവെ, ഈ സമയം അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. സർവശക്തനായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ചിന്തകളും പ്രതീക്ഷകളും മോഹങ്ങളും എല്ലാം തികച്ചും മാനുഷികമാണ്. എന്നാൽ അങ്ങയുടെ ചിന്തകളും വഴികളും എല്ലാം ഞങ്ങളുടെ ഇതിൽ നിന്ന് ഏറെ ഉന്നതമാണെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് ഈ സമയം തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, സങ്കീർത്തനം 119 പറയുന്നത് പോലെ, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും അങ്ങ് ഞങ്ങളെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ ഞങ്ങളുടെ ആത്യന്തികമായ നിത്യരക്ഷയിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നത് എന്ന തിരിച്ചറിവ് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ നാളുകൾ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ലഭിക്കാത്തവര്, കർത്താവെ, വളരെയേറെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിലും നിരാശയിലും ദുഃഖത്തിലും കടന്നു പോകുന്നവരോട് കർത്താവെ അങ്ങ് സംസാരിക്കണമേ. തക്ക സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ അങ്ങ് അവരെ ഏറ്റെടുക്കുമെന്നും അവരുടെ പ്രശ്നങ്ങളിൽ വേണ്ട പരിഹാരം ഏറ്റെടുക്കാൻ മതിയായവനാണ് അങ്ങ് എന്നുള്ള ഉത്തമമായ ബോധ്യത്താൽ അവരെ നിറയ്ക്കണമേ. കർത്താവെ, മാനുഷികമായ ലക്ഷ്യങ്ങൾ മുന്നിട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴും തടസ്സങ്ങൾ അനുഭവിക്കുമ്പോഴും എല്ലാം കർത്താവെ, അങ്ങേക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള കൃപയാല് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തക്ക രീതിയിൽ ഞങ്ങൾ അങ്ങേക്ക് കീഴ്പ്പെട്ട് നിൽക്കാനും അങ്ങയുടെ കൈ ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നത് തൊട്ടറിയാനുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയവളെ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചതിന് ശേഷം ഉടൻ തന്നെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ കർത്താവെ, അങ്ങ് കാൽവരി അനുഭവത്തിലേക്ക് കടന്നപ്പോൾ വീണ്ടും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ അവസരങ്ങളിലും അങ്ങയുടെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാനുള്ള കൃപയാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.